ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് മൂവത്ത് പോകരുത് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ മസാലയിലേക്കുള്ള പണി തീർന്നു കേട്ടോ. മസാലയിലേക്ക് ചിക്കൻ പൊരിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി ചോറിലേക്കുള്ള ഉള്ളി പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യും ഓയിലും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചു കോരണം. അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് ഞാൻ ആകെ ഈ ഒരു സവാള തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ സവാള ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് മൂണി ബിരിയാണി ഗ്രേവി മിക്സ് ഇട്ട് കൊടുക്കാം. ഈ മസാലയിൽ ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് നന്നായിട്ട് മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഏകദേശം ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു വാഴയില കൂടെ വെച്ച് കൊടുക്കാം. ചോറ് നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വാഴയിലേക്ക് ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറിലേക്ക് നന്നായിട്ട് മസാലയുടെ സ്മെല്ല് കയറാനും ആവി കയറാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് ഓരോ ലെയറിലും പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും അതുപോലെ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്നും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി പൊരിച്ച നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ ചോറും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ്, നന്നായിട്ടൊന്ന് ആവി കയറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 8 to 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ മസാലയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ ആദ്യം എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി ബിങ്സ് ഉണ്ടെങ്കിൽ ബിരിയാണി വെക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്